അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്നലത്തെ തുടർച്ചയായിട്ട് നമ്മൾ സ്തുതിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തുതിയുടെ പ്രാർത്ഥനകളാണ്. ആ സ്തുതിയുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 2641 പേജ് നമ്പർ 637 സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. കേട്ടോ, ഗാനാലാപങ്ങളാൽ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാലും അതിൽ ഒരുപടി ഇനി മുന്നോട്ട് നിൽക്കേണ്ടത് നമ്മളെന്നും പറയാറുള്ളൊരു കാര്യമാണ്. ഇവിടെ പറയുന്നത് പുതിയ നിയമത്തിലെ അല്പം റിപ്പീറ്റേഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് എങ്കിലും എന്നാലേ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് കയറാൻ പറ്റുള്ളൂ. പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാരെ പോലെ ആദിമ ക്രൈസ്തവ സമൂഹവും സങ്കീർത്തന ഗ്രന്ഥം പുനർവായിച്ചത് കണ്ടോ. അപ്പോൾ ഇത് വളരെ വലിയൊരു പോയിൻ്റാണ്. ആദിമ ക്രൈസ്തവ സമൂഹവും സങ്കീർത്തന ഗ്രന്ഥം പുനർവായിച്ചത്. പഴയ നിയമത്തിലെ 1000-ലധികം വർഷങ്ങൾ അവർ ഈ സങ്കീർത്തനങ്ങൾ തന്നെ പാടി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. ഇന്നും യഹൂദ ജനങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട തുതിപ്പാണ് സങ്കീർത്തനങ്ങൾ. അവരത് സ്തുതിക്കണ കേട്ടാൽ ഭയങ്കര തുള്ളിച്ചാടി ഡാൻസൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ സ്തുതിക്കുന്നത്. പക്ഷേ അവർ അതിൻ്റെ ഉള്ളിൽ വിസ്മരണീയമായിട്ടുള്ള ക്രിസ്തു വിജ്ഞാനീയം കണ്ടില്ല. അപ്പോൾ നമ്മൾക്ക് വളരെ സുപരിചിതമായിട്ടൊരു വാക്കാണ് സങ്കീർത്തനങ്ങളിലെ ക്രിസ്തു വിജ്ഞാനീയം. ഇത് വലിയൊരു കണ്ടെത്തലാണ്. ആദിമ ക്രൈസ്തവ സമൂഹം, അതാണ് ആദിമ ക്രൈസ്തവ സമൂഹം. അപ്പോൾ അതിൽപ്പെടും സഭാപിതാക്കന്മാരെല്ലാവരും. സങ്കീർത്തന ഗ്രന്ഥം പുനർവായിച്ചത് അവയിലൂടെ ക്രിസ്തുവിൻ്റെ രഹസ്യമാലപിച്ചുകൊണ്ടാണ്. ഇതിലും കൂടുതൽ ഒരു കൺഫർമേഷൻ നമുക്ക് വേണോ? അപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാതാവ്, അതോടൊപ്പം ഈശോ തന്നെ 40 ദിവസം ഈശോയുടെ തന്നെ ജീവിതം, ഈശോ തന്നെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയെ ഈശോ തന്നെ വിവരിച്ചു കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ, ഈശോയുടെ അധരത്തിലൂടെ തന്നെ പ്രാർത്ഥന പഠിച്ച അപ്പസ്തോലന്മാർ, അവർ യഹൂദജനം പാടി പ്രാർത്ഥിച്ചിരുന്ന അതേ സങ്കീർത്തനങ്ങളെ അവർ പാടുമ്പോൾ അവർ ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ടാണ് പാടിയിരുന്നത്. ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ടും ക്രിസ്തുവിനെ പ്രേമിച്ചുകൊണ്ടും ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടാണ് പാടിയിരുന്നത്. അത് നമുക്ക് കാണാം. അപ്പസ്തോലന്മാരുടെ അല്ലെങ്കിൽ വിശുദ്ധ പൗലോസും വിശുദ്ധ പത്രോസും നൽകിയ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ പ്രഭാഷണങ്ങളിലെല്ലാം അവർ ആദ്യം തന്നെ കോട്ട് ചെയ്തിരുന്നത്, അവർ ഉദ്ധരിച്ചിരുന്നത് സങ്കീർത്തനങ്ങളായിരുന്നു. സങ്കീർത്തനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെയാണ്. അപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹം സങ്കീർത്തന ഗ്രന്ഥം പുനർവായിച്ചത് അവയിലൂടെ ക്രിസ്തുവിൻ്റെ രഹസ്യം ആലപിച്ചുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ രഹസ്യം ആലപിച്ചുകൊണ്ട് ദൈവം തൻ്റെ പുത്രനിലൂടെ നിർവഹിച്ച അഭൂതപൂർവമായ സംഭവങ്ങളുടെ, എന്നിട്ട് നമ്മളിത് പറഞ്ഞു തന്നെയാണ്, യേശുവിൻ്റെ മനുഷ്യാവതാരം, മരണത്തെ കീഴടക്കി അവിടുത്തെ മരണം, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്, പിതാവിൻ്റെ വലതുഭാഗത്തേക്കുള്ള സ്വർഗാരോഹണം, ഇവയുടെ വെളിച്ചത്തിൽ ആത്മാവിൻ്റെ നവീനത ഉൾക്കൊണ്ട് അവർ പ്രാർത്ഥനാഗാനങ്ങളും സ്തോത്രഗീതങ്ങളും രചിച്ചു. എന്നിട്ട് ഈ പാരഗ്രാഫിൻ്റെ അവസാനം രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും, പ്രൈസ് ദ ലോർഡ്, രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും ഈ വിസ്മയാവഹമായ പ്രവർത്തനത്തിൽ നിന്നുയരുന്നതത്രേ സ്തുതിഗീതം, ദൈവസ്തുതി. അതാണ്. അപ്പോൾ രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും
അപ്പോൾ നമ്മളുടെ സ്തുതിപ്പിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഡെപ്ത്, ഒരു സാന്ദ്രത ഇവിടെ നമ്മൾ 2639 പഠിച്ചു. ദൈവം എന്ത് ചെയ്യുന്നു എന്നതിനപ്പുറം അവിടുന്ന് ആവുന്നു എന്ന കാരണം മുൻനിർത്തിയുള്ള പുകഴ്ത്തലാണ് ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുന്നത്. അപ്പം രക്ഷാകര പ്രക്രിയ, അപ്പം മാതാവിൻ്റെ സ്തോത്രഗീതത്തിലെ ആദ്യത്തെ 3 കാര്യം ഇതാണ്: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കണ്ടോ? അപ്പോൾ അവിടെ 3 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ആത്മാവ്, എൻ്റെ ചിത്തം. ആരിൽ? എൻ്റെ രക്ഷകൻ. ഇതാരാണ് ഈ രക്ഷകൻ? ഈശോ തന്നെയാണ്. അപ്പോൾ ഈശോ തന്നെയായ ആ രക്ഷാകര പ്രക്രിയ, പരിശുദ്ധ അമ്മ മറിയത്തെ സംബന്ധിച്ചുള്ള രക്ഷാകര പ്രക്രിയയുടെ വിസ്മയനീയത, മറിയം അമ്മയുടെ ഗർഭത്തിൽ ഉരുവായ നിമിഷത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്താൽ രക്ഷിക്കപ്പെട്ടു. അതാണ് സഭയുടെ വിശ്വാസ സത്യം, അമലോത്ഭവം എന്നതിൻ്റെ. അപ്പോൾ ആ അവസ്ഥയുടെ അനുഭവമാണ് മാതാവ് പാടുന്നത്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഏത് കർത്താവിനെ? കർത്താവ് ഈശോ മിശിഹായെ. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അപ്പം ഇത് കണ്ടോ, മാതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഈ സ്തോത്രഗീതമല്ലേ സഭയുടെ മുഴുവനും പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് എല്ലാ വൈദികരും സന്യസ്തരും കാനോനിക്കലായിട്ട് കാനോന നമസ്കാരത്തോടൊപ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. എൻ്റെ ആത്മാവ് കർത്താവിനെ. ഇതാണ് മറിയത്തിന് എപ്പോഴും പാടാനുള്ളത്. പരിശുദ്ധ ബെനഡിക്റ്റ് പിതാവ് ഇതിനെക്കുറിച്ച് നൽകിയ ഒരു പ്രബോധനമുണ്ട്, ഒരു കാറ്റക്കിസിസ്. അത് 2006 ഫെബ്രുവരി 16 അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഫുൾ ടെക്സ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ കാറ്റക്കിസിസ് ഓൺ മാഗ്നിഫിക്കാറ്റ് ബൈ പോപ്പ് ബെനഡിക്റ്റ് 2006 16th ഫെബ്രുവരിന്ന് യൂട്യൂബല്ല, ഗൂഗിളിൽ അടിച്ചാൽ ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഡേറ്റ് ഇതാണ്, ഫെബ്രുവരി 16 2006, പോപ്പ് ബെനഡിക്റ്റ് കാറ്റക്കിസിസ് ഓൺ കാൻറ്റിക്കിൾ ഓഫ് മേരി അല്ലെങ്കിൽ മാഗ്നിഫിക്കാറ്റ്. എന്നിട്ട് അതിൽ പിതാവ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഇതിൻ്റെ ഘടന, ഈ സ്തുതിപ്പിൻ്റെ അല്ലെങ്കിൽ ഈ കാൻറ്റിക്കിളിൻ്റെ, ഈ മാതാവിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ ഘടന 3 കാര്യമാണ് അതിൽ. ഒന്ന്, അതിൽ സ്തുതിപ്പ്, നന്ദി, വലിയ സന്തോഷം. അതാണ് സന്തോഷം, ആഹ്ലാദിച്ചുള്ള സന്തോഷം. മാതാവിനെ എപ്പോഴും നമ്മൾ സാധാരണ കേരളീയർ കരഞ്ഞു പിടിച്ചാൽ നമ്മളൊരു ട്രാജഡി ഫാൻസാണ്. നമുക്ക് ട്രാജഡി ഉണ്ടായെങ്കിലേ നമുക്ക് ദൈവാനുഭവം ഉണ്ടാവുള്ളൂ. എന്നാൽ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ഈ 13-ാം തീയതി എന്ന് പറയുന്നത് ലോകമെമ്പാടും മാതാവിൻ്റെ ദിവസമാണ്, ഫാത്തിമ മാതാവിൻ്റെ ദിവസം. 1917 മെയ് മാസം 13-ാം തീയതിയാണ് മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അതുപോലെ ഒരു 13-ാം തീയതി ആയിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിക്ക് മാതാവിൻ്റെ ഒരു അത്ഭുത അനുഭവം ഉണ്ടായി. കൊച്ചുത്രേസ്യ പുണ്യവതി ഒരു പ്രത്യേകതരം പനി മൂലം ഇങ്ങനെ മരിക്കാൻ പോകുന്ന അവസ്ഥയായിരുന്നു. കൊച്ചുത്രേസ്യയ്ക്ക് 10 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും അപ്പനൊരു നേർച്ച നേർന്നു,
9 വിശുദ്ധ കുർബാനയുടെ, അപ്പോൾ അന്നത്തെ അതൊരിതാണ്, നമ്മൾ നൊവേന ചെയ്യുന്ന പോലെ 9 കുർബാന അർപ്പണത്തിൻ്റെ നൊവേന ചേർന്നു. അതുകൂടാതെ അവരുടെ വീട്ടിലൊരു മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ആ മാതാവിൻ്റെ സ്റ്റാച്ചു വിജയമാതാവ് എന്നാണ് പറയുന്നത്. വിജയമാതാവ് പുഞ്ചിരിക്കുന്ന മാതാവാണ്, കരയുന്ന മാതാവല്ല, പുഞ്ചിരിക്കുന്ന മാതാവ്, ദ ലേഡി ഓഫ് വിക്ടറി. ആ വിജയമാതാവിൻ്റെ ലേഡി ഓഫ് വിക്ടറിയെ ആ കൊച്ചുരസ്യ പുണ്യവതിയുടെ റൂമിൽ കൊണ്ടുവന്നു. അവിടെ കൊച്ചുരസ്യ പുണ്യവതിയുടെ മറ്റ് സഹോദരിമാരെല്ലാവരും കൂടി ഇങ്ങനെ മാതാവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊച്ചുരസ്യ പുണ്യവതി പനി പിടിച്ച് മരിക്കാറായി കിടക്കുന്ന പുണ്യവതി കണ്ടു മാതാവ് കൊച്ചുരസ്യയെ നോക്കി ആ സ്റ്റാച്ചുവിൽ പുഞ്ചിരിക്കുന്നതായിട്ട്. അന്നു മുതൽ ആ സ്റ്റാച്ചുവിൻ്റെ പേര് ലേഡി ഓഫ് സ്മൈലിംഗ് എന്നാക്കി. വിജയമാതാവ് പുഞ്ചിരിക്കുന്ന മാതാവായി മാറി. പുഞ്ചിരിക്കുന്ന മാതാവ്. അപ്പോൾ ഇത് കൊച്ചുരസ്യ പുണ്യവതിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റായിരുന്നു അത് നടന്നത് 1883 മെയ് 13 അതും ഒരു മെയ് 13 ഓക്കെ. അപ്പോൾ അങ്ങനെ മാതാവ് എപ്പോഴും കരയുന്ന ഒരു മാതാവായിട്ട് നമ്മൾ ചിന്തിക്കരുത്. മാതാവ് വളരെ ആനന്ദിച്ച് പാട്ടുപാടി സ്തുതിക്കുന്ന മാതാവായിട്ടാണ് സുവിശേഷ കർത്താക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ 3 കാര്യം ഇതാണ്: എൻ്റെ ആത്മാവ്, എൻ്റെ ചിത്തം, എൻ്റെ രക്ഷകൻ. എൻ്റെ രക്ഷകൻ ഉണ്ടോ? എൻ്റെ ആത്മാവ്, എൻ്റെ പിന്നെ ഞാൻ പറയണത് നമ്മുടെ എല്ലാ സ്തുതിപ്പിൻ്റെയും ലഹരി, ആ ഉന്മത്തത, ആഹ്ലാദചിത്തരായി ആഹ്ലാദം നമുക്കുണ്ടാകണത് ഈശോ നമുക്ക് നൽകിയ രക്ഷാകര പ്രക്രിയ. അപ്പോൾ ഇത് ഈ പാരഗ്രാഫിൻ്റെ അവസാനത്തെ സെൻറ്റൻസിനെ വർണ്ണിക്കുകയാണ്. രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും നമ്മൾ ഈ രക്ഷാകര പ്രക്രിയയെ കർത്താവ് വിജയിച്ച് കഴിഞ്ഞ ഒരു സംഭവമായിട്ടാണ് കാണേണ്ടത്. പലരും വിചാരിക്കണത് എല്ലാം നശിക്കാൻ പോണു, സഭ നശിക്കാൻ പോണു, ലോകം നശിക്കാൻ പോണു. അങ്ങനെ ചിന്തിക്കരുതേ അരുത്. എന്നാൽ നശിക്കാം എങ്ങനെയല്ലെങ്കിൽ ഈ രക്ഷയെ നമ്മൾ സ്തുതിക്കുന്നില്ലെങ്കിൽ, നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നശിക്കാം. പക്ഷേ നമ്മുടെ ഉൾക്കാഴ്ചകൾ എന്താണ്? അങ്ങനെ സംഭവിക്കാനാണോ ദൈവം പദ്ധതി ചെയ്തിരിക്കുന്നത്? മാതാവ് ആരംഭം മുതലേ ചിന്തിക്കുന്നത് എൻ്റെ ആത്മാവ് കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിൽ ആനന്ദിക്കുന്നു. അപ്പം നമ്മളെ മാതാവിനെ നമ്മുടെ ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാതെ രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും വിസ്മയാവഹമായ പ്രവർത്തനത്തിൽ ഒരു പ്രധാന കണ്ണിയാണ് മാതാവ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ആനന്ദം മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടാണ് മാതാവിൻ്റെ ജീവിതം. അതിൻ്റെ ഏറ്റവും ഫൈനൽ പോയിൻ്റായിരുന്നു മാതാവിൻ്റെ സ്വർഗാരോപണം. മാതാവിനെ ആ സ്വർഗീയമായ ജീവിതത്തിലേക്ക്, ആനന്ദത്തിലേക്ക് മാലാഖമാർ പൊക്കിക്കൊണ്ട് പോയി. ഓക്കെ, ഇനി നമുക്ക് ഈ ഖണ്ഡികയുടെ മാർജിനൽ പാരഗ്രാഫ്, എപ്പോഴും ഇതിൻ്റെ മെയിൻ ഖണ്ഡികയും മാർജിനൽ പാരഗ്രാഫും കൂടി കൂട്ടി പഠിക്കുമ്പോഴേ ഈ പഠനം ഭംഗിയാവുള്ളൂ കേട്ടോ. ഇത് ആ മാർജിനൽ പാരഗ്രാഫ് ഒരുപക്ഷെ മുമ്പ് നമ്മൾ പഠിച്ചതാണെങ്കിലും ഇപ്പോൾ അതിനെ കൂടി വീണ്ടും ചേർത്ത് വെച്ച് വീണ്ടും അത് പഠിക്കണം. അപ്പോഴാണ് ഇപ്പോൾ ഈ മാർജിനൽ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് സങ്കീർത്തനത്തെക്കുറിച്ചാണ്. 2550 ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞാലും മതിയാവാത്ത ഒരു കാര്യമാണ് കേട്ടോ. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. ഈ ദൈവവചനം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലാംഗ്വേജ്,
ഒരു 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 അതിൻ്റെ ഒരു ഭാഷ നമ്മൾ വീണ്ടും തിരിച്ചു പിടിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിത് പറയണത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ദൈവവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് ഈ ബൈബിളും അതിലെഴുതപ്പെട്ടിരിക്കുന്ന ആ വാക്കുകളും ആ അക്ഷരങ്ങളുമാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ പോരാ. അതാണ് യോഹന്നാൻ എഴുതുമ്പോൾ തന്നെ, യോഹന്നാൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ ലേഖനത്തിലും, ഞാൻ യോഹന്നാൻ്റെ ലേഖനത്തിൽ എഴുതിയേക്കുന്നതൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 1ഉം 2ഉം വചനം പറയണത് കണ്ടോ? ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. കണ്ടോ? അതെങ്ങനെയാ ഈ ജീവൻ്റെ വചനത്തെ സ്പർശിക്കണേ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണല്ലോ. ഒന്നുകൂടി കേൾക്കൂ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും, കന്യാമറിയത്തിലൂടെ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ച അപ്പം മുതലുണ്ടായതല്ല, ലോകസ്ഥാപനത്തിന് മുൻപ് മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൾ കൊണ്ട് തൊട്ടതും, കണ്ടോ? കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോട് കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഇങ്ങനെ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. ഞങ്ങൾ എഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. ഇതിനോട് ചേർന്നിട്ടാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1ഉം 2ഉം വചനം വായിക്കേണ്ടത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. കണ്ടോ? അതൊരക്ഷരമായിട്ടല്ല ഉണ്ടായിരുന്നത്, എഴുത്തായിട്ടല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എഴുത്തായിട്ടല്ല, അക്ഷരമായിട്ടല്ല. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്ത വാക്കാണ് ഭയങ്കര ഒരു ട്വിസ്റ്റാണ്. അടുത്ത വാക്ക് എന്താണ്? അവൻ. കണ്ടോ? ആദിയിൽ ഉണ്ടായിരുന്ന വചനത്തിനെ യോഹന്നാൻ ശ്ലീഹ വലിയ രഹസ്യം പറയാണ്. അവൻ. ഈ പോയിൻ്റാണ് മനസ്സിലാക്കേണ്ടത്. ദൈവവചനം എന്ന് പറയുമ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ എന്തായി? ആ വചനം ദൈവം തന്നെയാകുന്ന വ്യക്തിയാകുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. നമ്മൾ അക്ഷരങ്ങളിലൂടെയല്ല, അക്ഷരങ്ങൾക്കപ്പുറത്ത് വചനം, ദൈവവചനം ദൈവം തന്നെയാകുന്നു. ഇതുണ്ടോ? അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവൻ 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 എന്നുള്ളത് പിടികൂടണം കേട്ടോ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിൻ്റെ ആരംഭം അവൻ. അപ്പോൾ ദൈവവചനം ദൈവം തന്നെയാകുന്നു. ഇനി വായിക്കാം. 2557 തിരിച്ചു വരാം. ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. പഴയ നിയമത്തിലെ മറ്റു ഗ്രന്ഥങ്ങളിലാകട്ടെ വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കുകയും അവയിൽ അന്തർലീനമായ നിഗൂഢ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് വ്യത്യാസം. പഴയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങൾ. ഇനി ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ വിവരിക്കുകയും ദൈവത്തെ പറ്റി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ വീണ്ടും രക്ഷാകര പ്രവൃത്തികളെ. അപ്പോൾ നമുക്ക് ഇപ്പോഴും നമ്മൾക്കുണ്ടാകേണ്ട ഒരു മാറ്റം, രക്ഷാകര പ്രവൃത്തികളെയാണ് നമ്മൾ
വിശുദ്ധ ലിഖിതങ്ങളിൽ കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തു കേന്ദ്രീയതയും ക്രിസ്തുവിലൂടെ നമുക്ക് നൽകുന്ന രക്ഷാകരാവസ്ഥ ഉണ്ടോ. മാതാവ് പ്രാർത്ഥിച്ചു, മാതാവ് പാടി, എൻ്റെ ചിത്തം, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ആരാണ് ആ രക്ഷകൻ? ഈശോ മിശിഹായാണ്. അപ്പോൾ ഈശോ മിശിഹായിലാണ് മാതാവിൻ്റെ മുഴുവൻ കേന്ദ്രീകൃതത്വം. അതാണ് നമ്മൾ മാതാവിനെ ഒരുപാട് കേന്ദ്രീകരിച്ച് ഈശോ മിശിഹായെക്കാളും വലുതായി തീർന്നിരിക്കുന്നു ഇപ്പോൾ മാതാവ്. ക്ഷമിക്കണം, മാതാവ് ഇപ്പം തിരിച്ചു വരാണെങ്കിൽ മാതാവ് പറയും, നിങ്ങൾ എന്ത് ചെയ്യണേ, ഞാൻ ഒരു കാര്യമല്ലേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അവൻ പറയണത് കേൾക്കുക, അവൻ പറയണത് ചെയ്യുക. അതുപോലെ തന്നെയാണ് കരുണയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് കരുണ ഫസ്റ്റീനാമയായി മാറി. പക്ഷേ ഫസ്റ്റീന ഇപ്പോൾ വരാണെങ്കിൽ എന്ത് പറയും? പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണേ, ഞാൻ കരുണയുടെ ഒരു സെക്രട്ടറി മാത്രമാണ്, കരുണ കർത്താവ് ശോഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ കരുണയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ പടമാണ് അവിടെ വെച്ചേക്കണത്. പക്ഷെ അതിൻ്റെ താഴെ ഫസ്റ്റീനാമ്മയ്ക്ക് കർത്താവ് തന്നെ പറഞ്ഞു കൊടുത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണ്? ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. കേട്ടോ, അപ്പോൾ നമ്മൾ ആ ലക്ഷ്യം വിട്ടു പോകുന്നു ചില സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രബിന്ദു വിട്ടു പോകുന്നു. കേന്ദ്രബിന്ദു എന്താണ്? രക്ഷാകര പ്രവർത്തനം, ദ സാൽവേഷൻ മിസ്റ്ററി. രക്ഷാകര പ്രവർത്തനം നമ്മൾ പറയാറുണ്ട്, യേശുമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കുവാൻ. അപ്പോൾ ഈശോയുടെ രക്ഷാകര പ്രവൃത്തികളെ, ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ വിവരിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. രക്ഷാകര പ്രവൃത്തികളെ വിവരിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഒരേ ആത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ്റെ പ്രത്യുത്വത്തിനും പ്രയോജനം നൽകുന്നത്. അതുകൊണ്ടാണ് പ്രതിവചന സങ്കീർത്തനം. നമ്മളെല്ലാ ദിവസവും ലത്തീൻ ആരാധനാക്രമത്തിൽ പ്രതിവചന സങ്കീർത്തനമുണ്ട്. സീറോ മലബാറിലാണെങ്കിൽ അതിന് പകരം ആദ്യമേ തന്നെ സങ്കീർത്തനമാലാലാപനമാണ്. കർത്താവേ മമ രാജാവേ പാടും ആ സങ്കീർത്തന മാല, മർമീസ, സങ്കീർത്തനങ്ങളുടെ ഒരാലാപനം. പക്ഷെ അതിൽ നമ്മൾ അത് കുറേ ഉണ്ട്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തെ ചെറുതാക്കി ഒന്ന് സൂചിപ്പിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്നു. സങ്കീർത്തനമാല ആലാപനം, കണ്ടോ എന്തോരം സങ്കീർത്തനങ്ങളുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ വിശദമായിട്ട് ഈ സങ്കീർത്തനങ്ങളെല്ലാം പാടി നമുക്ക് കുർബാന അർപ്പിക്കാവുന്നതാണ്, ഒരു വിരോധമില്ല. അതുപോലെ തന്നെ കുർബാനയുടെ മധ്യത്തിലുള്ള നിരവധി പ്രാർത്ഥനകൾ സങ്കീർത്തനത്തിൽ നിന്നുള്ള പ്രാർത്ഥനകളാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒന്നാണ്, നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണേ. ഉണ്ടോ? അപ്പം ഒരേ ആത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും, അതായത് ദൈവത്തിൻ്റെ ഈ രക്ഷാകര പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ച അതേ ആത്മാവ് തന്നെയാണല്ലോ മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനും. ഇത് നമ്മളിൽ വസിക്കുന്നത് ആ രക്ഷാകര പ്രവർത്തനത്തിനെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ള പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യുത്തരം കൊടുക്കേണ്ടത്. ഒരാത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനും പ്രചോദനം നൽകുന്നത്. ക്രിസ്തു രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇത് രണ്ടിനെയും, ആ രക്ഷാകര പ്രവർത്തനങ്ങളിൽ ആദ്യം മുതലുണ്ടായ വചനം തന്നെയായ ക്രിസ്തുവും ആ രക്ഷാകര പ്രവർത്തനങ്ങളും അതിൻ്റെ അനുഭവസ്ഥരായി നമ്മളിൽ വസിക്കുന്ന ക്രിസ്തുവും, ഇത് രണ്ടിനെയും ക്രിസ്തു ഈ സങ്കീർത്തനങ്ങളിലൂടെ ബന്ധിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഒരു വലിയ ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനങ്ങൾ. ആലോചിച്ച് നോക്ക്. അവനിൽ തന്നെ സങ്കീർത്തനങ്ങൾ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവനിൽ തന്നെ, ക്രിസ്തുവിൽ തന്നെ സങ്കീർത്തനങ്ങൾ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് കൊണ്ടിരിക്കുന്നു. അപ്പം അവനിൽ തന്നെ സങ്കീർത്തനങ്ങൾ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഈ സങ്കീർത്തനങ്ങളെല്ലാം മാതാവിൻ്റെ തന്നെ ഈശോയുടെ തന്നെ പ്രാർത്ഥനയുടെ ഭാഗമായിരുന്നുവെന്നും എന്നാൽ സ്തുതിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സങ്കീർത്തനങ്ങളിലൂടെ സ്തുതിക്കുക. സ്തുതിക്കാൻ നമ്മൾ വേറെ എന്തെല്ലാം പ്രാർത്ഥനകളെടുത്താലും സങ്കീർത്തനങ്ങളിലൂടെ സ്തുതിക്കുക.